ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്ന വീഡിയോസ് ആണ് KSRTC ബസ്സിൽ ഈ പറയുന്ന സ്ത്രീകൾ കയറിയിട്ട് എല്ലാ സീറ്റുകളിലും ഇരുന്ന്, അതായത് ഒരു കൂട്ടം സ്ത്രീകൾ ഒന്നിച്ച് ബസ്സിൽ കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് ടിക്കറ്റ് പറഞ്ഞുകൊണ്ട് എല്ലാ സീറ്റുകളിലും കയറി ഇരുന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു പ്രശ്നങ്ങൾ ഈ പറയുന്ന KSRTC ജീവനക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഈ 2026 ഇലക്ഷന്റെ ഭാഗമായിട്ട് UDF സർക്കാരാണ് വിജയിച്ച് അധികാരത്തിലേറുന്നതെങ്കിൽ ഈ പറയുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമായിരുന്നു ഈ പറയുന്ന KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സമ്പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാമെന്നുള്ളത്. പക്ഷെ ഈ ഒരു സമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പറയുന്ന UDF സർക്കാർ അധികാരത്തിലേറി ഈ ഒരു മന്ത്രിസഭയും ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രി പോലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടില്ല. ഈ ഒരു സർക്കാരിൽ മന്ത്രിമാരൊന്ന് കയറി അധികാരമേറ്റതിന് ശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണ്ടേ? ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവിധ സ്ത്രീകളും ഈ പറയുന്ന കൂട്ടത്തോടുകൂടി അവരെന്തിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പാർട്ടികളുടെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലാണോ? എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സർക്കാരിന്റെ അടുത്ത് എന്തോ വൈരാഗ്യമുള്ളത് പോലെയാണ് ഈ പറയുന്ന സ്ത്രീകളൊക്കെ സകലമാന KSRTC ബസ്സുകളിലും കയറി ജീവനക്കാർക്കും മറ്റു യാത്രക്കാർക്കും ഒരേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒരു സർക്കാർ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് അധികാരത്തിലേറിയതിനു ശേഷം അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അത് പഠിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതിനു മുമ്പുള്ള ഏത് സർക്കാരാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായിട്ട് പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചിട്ടുള്ളത്? ഇത് വെറും നാണംകെട്ട പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഒരാവശ്യവുമില്ല, ആവശ്യങ്ങൾക്കാണ് ഈ ഒരു ആനുകൂല്യം കൊടുത്തിരിക്കുന്നത്. ഇത് വെറുതെ അനാവശ്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. വെറും നാണംകെട്ട പരിപാടി. ഒരു കുറെ സാരിയെ കൊടുത്ത ചേച്ചിമാർ എല്ലാവിധ KSRTC ബസ്സുകളിലും കയറിയിരുന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് സർക്കാരിനും മറ്റുള്ള യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നമുക്ക് ഡേ ടു ഡേ മോർണിംഗ് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന KSRTC എന്ന് പറയുന്നത്. ആ ഒരു KSRTCയിൽ ഒരു കൂട്ടം സ്ത്രീകൾ പെട്ടെന്ന് വന്ന് എല്ലാ ബസ്സിലും കയറി എല്ലാ സീറ്റിലും ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകണം, ഫ്രീ ആയിട്ട് സഞ്ചരിക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ള യാത്രക്കാർക്കും പാവപ്പെട്ട KSRTC ജീവനക്കാർക്കുമാണ് ഈ ഒരു മോശക്കേട് ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിലൊന്നും ആരും ചെയ്യാതിരിക്കുക. ഇതിപ്പോ നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും ജനങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദകേടാണത്. എന്തൊക്കെയാണെങ്കിലും UDF സർക്കാർ ഈ ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് കൊടുത്തിരുന്ന ഒരു വാഗ്ദാനം തന്നെയാണ് ഈ പറയുന്ന സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് KSRTC ബസ്സിൽ സഞ്ചരിക്കാമെന്നുള്ളത്. അത് തീർച്ചയായിട്ടും അവർക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ ഇവർ ആ സർക്കാരിൽ ഒന്ന് വന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. 10 വർഷമായിട്ട് ഇവർക്ക് യാതൊരു പിടിപാടും ഇല്ലാത്തൊരു സ്ഥലമാണിത്. അപ്പൊ ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അധികാരമേറ്റതിന് ശേഷം ഇവരെല്ലാവരും ആ ഫയൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എത്ര രൂപ ഇതിനു വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും, എത്ര രൂപയുടെ ചെലവ് വരും, അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇവർ അധികാരത്തിലേറിയതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ പോയി സമരം ചെയ്യൂ. അല്ലാതെ ഈ പറയുന്ന സത്യപ്രതിജ്ഞ പോലും ചെയ്യാത്തൊരു സർക്കാരിന്റെ അടുത്ത് എന്ത് സമരം ചെയ്തിട്ട് എന്ത് കാര്യം? മറ്റുള്ള യാത്രക്കാർക്കും പാവപ്പെട്ട ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നല്ലാതെ യാതൊരു പ്രയോജനവും ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പാർട്ടിക്കാരാണെങ്കിലോ, അതായത് ഈ പറയുന്ന ഇടതുപക്ഷക്കാരാണെങ്കിലോ BJPക്കാരാണെങ്കിലോ എന്തും ആയിക്കോട്ടെ, പാർട്ടി എന്തും ആയിക്കോട്ടെ, ഈ ഒരു സർക്കാരിനോട് എതിർപ്പുള്ള ആളുകളായിക്കോട്ടെ, അവർക്ക് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിലും പാവപ്പെട്ട ജീവനക്കാർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ആനുകൂല്യം കൊടുത്തിരിക്കുന്നത്, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആനുകൂല്യം കൊടുത്തിരിക്കുന്നത്, അത് പ്രയോജനം പെടുത്തേണ്ടത് ശരിയായിട്ടുള്ള രീതിയിലാണ്. അല്ലാണ്ട് ഇത് ഒരുമാതിരി ഒരു കൂട്ടം സ്ത്രീകൾ ഡേ ടു ഡേ എല്ലാവിധ ബസ്സുകളിലും കയറി മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അത്തരത്തിൽ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഇതുപോലെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എന്ത് നാണംകെട്ട പരിപാടിയാണ് ഓരോ ബസ്സുകളിലും കയറി ഇത്തരത്തിൽ കോമാളിത്തരം കാണിച്ചു കൂട്ടുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമുണ്ട്. ഡേ ടു ഡേ ഇത് കൂടിക്കൂടി വരികയാണ്. UDF സർക്കാർ വിജയിച്ചതിന് ശേഷം 102 സീറ്റുകൾ നേടിക്കൊണ്ട് ഇത്ര മനോഹരമായിട്ട് അവർ വിജയിച്ചതിന് ശേഷം തൊട്ടടുത്ത നാള് മുതൽ ഈ ഒരു ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ വളരെ മോശമായിട്ടാണ് ഒരു കൂട്ടം സ്ത്രീകൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഈ ഒരു സർക്കാരിനെ ആദ്യം തന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഇതുമാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ UDF സർക്കാർ പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം രൂപ കുട്ടികൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന KSRTC ബസ്സിൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഈ പറയുന്ന കോളേജിൽ വിദ്യാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് 1000 രൂപ വീതം മാസം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രായമായിട്ടുള്ള വ്യക്തികൾക്ക് ഈ പറയുന്ന സൗജന്യമായിട്ടുള്ള ചികിത്സ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാനും പ്രാവർത്തികമാക്കാനായിട്ട് ഈ സർക്കാരിന് അധികാരത്തിലേറിയതിനു ശേഷം കുറച്ച് സമയം കൊടുക്കണം.
അല്ലാതെ ഈ പറയുന്ന KSRTC ബസ്സായ ബസ് മൊത്തം കയറി നടന്ന് ഇത്തരത്തിൽ മോശക്കേട് കാണിക്കുന്നത് വളരെ 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 മോശമാണ്. കാരണം ഇത് ഒത്തിരി വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തിറങ്ങുന്നത്. ഇതൊക്കെ എന്ത് കോമാളിത്തരോ കാണിച്ചു കൂട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വെറും നാണംകെട്ട പരിപാടി എന്ന് മാത്രമേ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്